എല്ലാ കൂട്ടുകാർക്കും വയനാട് വിഷിലോട്ട് സ്വാഗതം കേട്ടോ. 2 ഹെവി ചെറുമീൻ ഞാൻ കയറ്റാൻ വന്നു. ഒരു 3.5 കിലോ ഉള്ള ചെറുമീൻ, ഒരു 3 കിലോ ഉള്ളയും കേട്ടോ. ഫുൾ വീഡിയോ ഉണ്ട്, വീഡിയോ ഒന്ന് കണ്ടോക്ക്. ഈ ഒരു മീൻ എന്തായാലും 3.5 മേലെ ഉണ്ട്. ഇത് ഒരു 3 കിലോ, രണ്ടും നല്ല സൈസ് ചെറുമീനെ. ഇതിൻ്റെ ഫുൾ വീഡിയോ വമ്പ ഫൈറ്റും കാര്യങ്ങളെല്ലാം വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടോക്ക് കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് നേരെ മുമ്പിലുള്ള ഒരു മരം ചാഞ്ഞ് എടുക്കുന്നതിൻ്റെ അടിയിൽ ഒരു 2-3 കാസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ മീനില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം കാസ്റ്റ് ചെയ്ത് ഇട്ടുക. ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നാണ് മീനടിച്ച്. നോക്കിക്കോട്ടെ അടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കോ. 2-3 പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കാസ്റ്റ് ചെയ്തിട്ട് അടിച്ചില്ല. പുഴയത്തെ വെള്ളവും റെഡി ആയിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഇടത്ത സൈഡ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു ഒച്ചപ്പാട് കേട്ടി രാവിലെ തന്നെ ആയോണ്ടേ. വല്ല ആനയാ പുലിയാറ്റും ഉണ്ടോയെന്നൊരു സംശയം. അതിനിങ്ങനെ നോക്കി തന്നെയാണ് ഞാൻ 2-3 പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കാസ്റ്റ് ചെയ്ത് എന്നിട്ട് കിട്ടുന്നില്ല. ഇടത്ത സൈഡിൽ എന്തോ സാധനം ഒച്ചപ്പാട് കേട്ടിനി. എന്താണെന്ന് സംശയത്തിന് എങ്ങനെ നോക്കുന്ന അങ്ങോട്ട് എന്താണെന്നറിയില്ല. ഇനി വലിച്ചിട്ട് കാസ്റ്റ് ചെയ്യുന്ന ഇടലിൽ നിന്ന് മീനടിക്കുന്ന കേട്ടോ. കണ്ടോക്ക് ആ പുല്ലിൻ്റെ സൈഡിൽ നിന്ന് അടിക്കുന്നത്. ഞാനവിടെ കാസ്റ്റ് ചെയ്ത് കറക്റ്റ് മീനിൻ്റെ അടുത്താന്നൊന്ന് പോയി വീണ് ആ സെക്കൻഡിൽ അടിച്ചിട്ട് നേരെ മീൻ എന്ത് ചെയ്ത് ആ കാടിൻ്റെ ഉള്ളിൽ കയറി കളഞ്ഞു. കിട്ടിയ മീനിൻ്റെ വലുപ്പം നോക്കിക്കോട്ടോ. നല്ല സൈസ്, ഏകദേശം ഒരു 3.5 കിലോയിൽ എന്തായാലും കുറയൂല മീൻ. അടിപൊളി മീനാണ്. വയനാട്ടിലോട്ടുള്ള ചെറുമീൻ മാറ്റം തന്നെയാണ്. എല്ലാ സ്ഥലത്തും കിട്ടുന്ന പോലെയല്ല, ഇവിടെ ഹെവി കിട്ടും. ഇത് ഒരു നോർമൽ കണ്ടീഷനിലുള്ള മീൻ. ഇതിനും ഹെവിയുള്ള മീനുകളുണ്ട് കേട്ടോ അങ്ങോട്ട്. ഏകദേശം 6 കിലോ 7 കിലോ അങ്ങനത്തെ ടൈപ്പുള്ള. എന്തായാലും വെള്ളം സെറ്റായിട്ടില്ല. വെള്ളം സെറ്റായി കഴിയുമ്പോൾ ഹെവിയെല്ലാം അടിച്ച് കയറുന്ന വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ, ഫുൾ വീഡിയോ. അപ്പോൾ വയനാട് ഫിഷിങ്ങിൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഇതേപോലത്തെ ഹെവി ചെറുമീൻ അടിച്ച് കയറ്റുന്ന വീഡിയോ എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. കിട്ടിയ മീനിൻ്റെ സൈസ് കണ്ടില്ലേ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തോ സാധനം വന്നിട്ടുണ്ട്. ഫുൾ ഒച്ചപ്പാടായതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതാണ്. എന്തോ വല്ല പുലിയാറ്റ് ഇറങ്ങി നോന്നേ. അതുകൊണ്ട് എല്ലാവരും ഒച്ചപ്പാടായതുകൊണ്ട് നോക്കുന്നതാണ്. പേടിച്ചിട്ടല്ലാണ് കാസ്റ്റ് ചെയ്യൽ. ഉണ്ടോ ഹെവി മീനാണ് കിട്ടിയത്. എമ്മാതിരി സൈസാണെന്നുണ്ടോ. രണ്ടാമത് അടിക്കുന്ന മീനും ഇതേ ടൈപ്പ് തന്നെ, ഒരു 1/2 കിലോൻ്റെ മാറ്റം ഉണ്ടാവുള്ളൂ. അതും ഒരു 3 കിലോൻ്റെ മേലെ ഉണ്ട് കേട്ടോ. ആ മീനും കണ്ടോക്കെ എന്തായാലും സൈസ് മീൻ തന്നെ. ഇതിലും മോശമൊന്നുമില്ല. 3-3.5 കിലോയിൽ കുറയൂല. അടിപൊളി മീനാണ് എന്തായാലും കിട്ടിയത്. അതേപോലത്തെ ഒരു വീഡിയോയും കൂടി ഉണ്ട്, ആ വീഡിയോയും കൂടി കണ്ടോ കേട്ടോ. ഇതേ ചെറുമീൻ തന്നെ അതും അടിച്ചിട്ട്, അത് നല്ല ലോങ് കാസ്റ്റ് ചെയ്തിട്ട് അടിച്ചിട്ട്. ഈ മീൻ കണ്ടോ ഫ്രോഗ് എടുത്ത് എത്ര ദൂരെയാന്ന് എടുത്തിട്ട് അങ്ങ് അകത്ത് കയറ്റി കളഞ്ഞു കേട്ടോ. ഇതൊന്നും കൊന്നാൽ മിസ്സാവില്ല. ഹെവി മീനിൻ്റെ പ്രത്യേകതയാണ്. ഫ്രോഗ് അപ്പടെ ഇറക്കിക്കളി. വലിപ്പം കണ്ടില്ലേ. നമ്മളവിടെ ഉള്ളൊരു മാർക്കറ്റിൽ കൊണ്ടുവന്ന് അതിന് സൈസാക്കാൻ കൊണ്ടുപോയി. ഇത് അടുത്ത മീൻ അടിക്കുന്നതാണ്. ഇതിനെ ഒന്ന് കണ്ടോ കേട്ടോ. ഇതാദ്യം ഞാൻ ഈ സൈഡിലൊന്ന് കാസ്റ്റ് ചെയ്ത് നേരെ എന്നിട്ട് പുഴേൻ്റെ അക്കരെ ഓപ്പോസിറ്റ് അവിടെ 3 ഏറെ എറിഞ്ഞിട്ടുള്ളൂ. 3ാമത്തെ ഏറിന് മീൻ അടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോക്കെ എന്തായാലും നേരെ ഓപ്പോസിറ്റായിട്ടാണ് എറിയുന്നത്. ഇത്ര ലോങ്ങെന്നാണ് ഈ മീൻ അടിക്കുന്നതെന്നും കണ്ടോ കേട്ടോ. 3ാമത്തെ കാസ്റ്റ് ചെയ്യലിന് വന്നടിക്കുന്നുണ്ട്. കണ്ടോക്ക് നല്ല ലോങ്ങാന്ന് പറഞ്ഞാൽ നല്ല ലോങ്. നമ്മൾ ഈ കാസ്റ്റ് ചെയ്യുന്ന വിഷയം കൊണ്ട് എത്ര ലോങ് അറിയാൻ പറ്റും, അത്ര ലോങ്ങിൽ പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെ നിന്നാണ് മീൻ അടിക്കുന്നത്. വെള്ളത്തിന് ചെറിയ ഒഴുക്കുണ്ട്. എന്താ ഭാഗ്യം കറക്റ്റ് ഉക്കപ്പ് കിട്ടിയത്. ബ്രൈഡ് വളഞ്ഞാറ്റെന്ന് പറഞ്ഞാൽ ഉക്കപ്പും കിട്ടൂലായിരുന്നു. കറക്റ്റ് നേരെ നിന്നുകൊണ്ട് എന്ത് ചെയ്ത് നല്ല പവർ ഉക്കപ്പ് കൊടുത്ത്. അതുകൊണ്ട് നല്ലോണം കയറി. 3ാമത്തെ കാസ്റ്റ് ചെയ്യലിന് കേട്ടോ. ഇതൊന്ന് കാസ്റ്റ് ചെയ്ത് 2 ഏറും കൂടി ഏറി. അതിൻ്റെ ഉള്ളിൽ മീൻ വന്ന് അടിക്കുന്നു. നല്ല സൈസ് ചെറുമീൻ കേട്ടോ. അത് ചെറുങ്ങനെ ഒരു മരത്തിൻ്റെ കൊമ്പെല്ലാം വീണ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ എറിയുന്നത്. വീഡിയോയിൽ കറക്റ്റ് കാണൂല. ഇത്രയും അവിടെ ഒരു ഇരുണ്ട ഭാഗമായതുകൊണ്ട് കാണുന്നില്ല. കണ്ടോക്കെ എന്തായാലും അടുത്ത കാസ്റ്റ് ചെയ്യലിന് മീൻ അടിക്കുന്ന കേട്ടോ. 2 ഏറ് കഴിഞ്ഞ് അടുത്ത എറിയലും മീൻ അടിക്കലും ആയിരിക്കും. കണ്ടോക്കെ കേട്ടോ എന്തായാലും വീഡിയോ.
വേഗം ഞാൻ ഗ്രിപ്പറും എടുത്തിട്ട് വേഗം അതിൻ്റെ വായിലിട്ടിട്ട് ലേശം മേലോട്ട് പോകുന്ന കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് പുഴേൻ്റെ സൈഡ് തന്നെ ആയതുകൊണ്ട് ഇവിടുന്ന് പടച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ പിടുത്തം കിട്ടില്ല. ഇത് നല്ലോണം ഫ്രോഗ് അങ്ങ് ഇറക്കി കളഞ്ഞു കേട്ടോ. ഇത് നല്ല സൈസ് ചെറുമീൻ തന്നെയാണ് ഈ കിട്ടിയത്. അതുകൊണ്ട് ആദ്യം ഒന്ന് ഗ്രിപ്പറിന്ന് വരെ കുടഞ്ഞാൽ ഊരിപ്പോയി കളഞ്ഞു. നല്ല സൈസ് ഉണ്ട് ഈ ചെറുമീനെല്ലാം. കിട്ടിയ മീനിനെയും കൊണ്ട് മേലോട്ട് വേഗം പോയി കളഞ്ഞിട്ടില്ല. മീനാറ്റും ഫ്രോഗ് ഊരിപ്പോയാൽ നേരെ വെള്ളത്തിലുണ്ടാവും. അതാ മേലോട്ട് കയറിപ്പോന്നു കേട്ടോ. ഇത് ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്ത് വീഡിയോ എടുക്കലും കാര്യങ്ങളെല്ലാം ലേശം ടാസ്ക്കാണ്. ഈ മീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റ് എടുക്കൽ ലേശം ടാസ്ക് പിടിച്ച പരിപാടിയാണ്. നല്ല സൈസുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ കേട്ടോ. കണ്ടാ കിട്ടിയത്. ഞാൻ ക്യാമറ അവിടെ താഴെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അടിപൊളി മീനാണ് കിട്ടിയത്. അപ്പം നമ്മളെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ചാനലും കാര്യങ്ങളും ഫോളോ ചെയ്ത് വെക്കണം കേട്ടോ. ഇതേപോലത്തെ ഹെവി മീൻ അടിക്കുന്ന വീഡിയോ എല്ലാം ഇനി വരുന്നതായിരിക്കും. വയനാട്ടിൽ നിന്ന് ഹെവി അടിക്കുന്ന നല്ല സൈസ് 6 കിലോൻ്റെ മേലുള്ള വീഡിയോ വരെ ഉണ്ട് കേട്ടോ എൻ്റെ അടിച്ച് കയറ്റിയത്. അതേപോലെ മഞ്ഞ മീനിനെ പിടിച്ച് അത് ഞാൻ മാത്രമേ ഉള്ളൂ. വയനാട്ടിൽ നിന്ന് ഫസ്റ്റ് മഞ്ഞ മീനിനെ പിടിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ വീഡിയോ എല്ലാം ഉണ്ട്, ഒന്ന് കണ്ടോക്ക്. ഫുള്ള് മഞ്ഞ കളറായ ചെറുമീൻ കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്, അതെല്ലാം ഒന്ന് കണ്ടോക്ക് കേട്ടോ. അതൊന്നും ഇന്ന് വരെ ആരും കണ്ടിട്ട് വരെ ഉണ്ടാവില്ല അങ്ങനത്തെ ചെറുമീൻ്റെ വീഡിയോ എല്ലാം. കണ്ടോ.